നാഗദൈവങ്ങളുടെ ചൈതന്യം കുടികൊള്ളുന്ന ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം വിശ്വാസത്തിലെയും ആചാരത്തിലെയും സവിശേഷതകൾ കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ്. ആയിരക്കണക്കിന് നാഗപ്രതിഷ്ഠകൾക്കിടയിൽ മണ്ണാറശാല അമ്മയുടെ വാത്സല്യവും നാഗരാജാവിൻ്റെ അനുഗ്രഹവും വർഷിക്കുന്ന ഈ പുണ്യഭൂമിയിലെ വിശേഷങ്ങളാണ് ദൈവമേ കൈതൊഴാമലി. കേരളത്തിന്റെ പ്രാക്തനമായ നാഗാരാധനയുടെ സംസ്കാരവും ചരിത്രവും പേർന്ന മണ്ണാറശാല. ഐതിഹ്യങ്ങൾ ഇഴചേർന്ന് നിൽക്കുന്ന ഈ പുണ്യഭൂമിയിലേക്ക് തീർത്ഥാടനത്തിനായി നിരവധിയായ സഞ്ചാരികളാണ് ദിവസം തോറും എത്തുന്നത്. ഇലഞ്ഞിയും കരിമ്പനകളും തണൽ വിരിക്കുന്ന മുറ്റം, എണ്ണിയാലൊടുങ്ങാത്ത നാഗപ്രതിമകൾ, പ്രകൃതിയും ദൈവവും ഒന്നാകുന്ന അപൂർവ കാഴ്ചയാണ് മണ്ണാറശാല. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം നാഗാരാധനയുടെ ലോകപ്രശസ്തമായ കേന്ദ്രമാണ്. പരശുരാമൻ ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യുന്നതിനായി സമുദ്രത്തിൽ നിന്ന് ഉദ്ധരിക്കുകയും അത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ ഭൂമി ലവണാംശം നിറഞ്ഞതായതുകൊണ്ട് അത് ഫലഭൂയിഷ്ഠമായിരുന്നില്ല, അതുപോലെ തന്നെ അവിടെ വാസയോഗ്യവും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭഗവാന് അദ്ദേഹം ബ്രാഹ്മണരത് ഉപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ പരമശിവനെ തപസ് ചെയ്ത് അങ്ങനെ നാഗരാജാവിനെ പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഈ ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കുന്നതിനും വാസയോഗ്യമാക്കുന്നതിനും ഉള്ള ഒരു നിർദ്ദേശമാണ് ഭഗവാൻ പരശുരാമന് നൽകിയത്. നാഗരാജാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ഈ മണ്ണിൻ്റെ ലവണാംശം നീക്കി ഈ മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കുകയും ഈ മണ്ണിൻ്റെ സംരക്ഷകരായിട്ട് ഈ ഭൂമിയിൽ തന്നെ ഭഗവാന്റെ സാന്നിധ്യം ആഗ്രഹിച്ച് ഇവിടെ നാഗരാജ പ്രതിഷ്ഠയും നടത്തി. അങ്ങനെ പരശുരാമൻ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രം എന്നുള്ള നിലയിലാണ് ഈ മണ്ണാറശാലയുടെ ഐതിഹ്യം. മണ്ണാറശാലയിലെ ഏറ്റവും വലിയ സവിശേഷത ഇവിടുത്തെ അമ്മയാണ്. പുരുഷന്മാർ പൂജകൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മുഖ്യ പൂജാരിണി ഒരു സ്ത്രീയാണ്. മണ്ണാറശാല അമ്മ എന്നറിയപ്പെടുന്ന വലിയമ്മയുടെ കാർമ്മികത്വത്തിലാണ് ഇവിടുത്തെ പ്രധാന പൂജകൾ. സർപ്പദോഷങ്ങൾ അകറ്റാനും സന്താന സൗഭാഗ്യത്തിനുമായി ആയിരങ്ങളാണ് നിത്യവും ഇവിടെ എത്തിച്ചേരുന്നത്. സന്താനലബ്ധിക്കായി ഭക്തർ നടത്തുന്ന ഉരുളികമട്ടൽ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. തുലാമാസത്തിലെ ആയില്യം നാളിലെ എഴുന്നള്ളത്തും പൂജകളും മണ്ണാറശാലയെ ഭക്തിയുടെ കൊടുമുടിയിലെത്തിക്കുന്നു. പ്രകൃതി സംരക്ഷണവും ആരാധനയും എങ്ങനെ ഒത്തുപോകുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാവും ക്ഷേത്രവും. സർപ്പദോഷ പരിഹാരത്തിന് ഭക്തരുടെ അഭയസ്ഥാനമാണ് മണ്ണാറശാല. ആയില്യം നാളിലെ പ്രത്യേക പൂജകൾക്ക് മാത്രമല്ല, മറ്റ് ദിവസങ്ങളിലും പ്രകൃതിയോടിണങ്ങിയ ഈ ക്ഷേത്ര പരിസരത്ത് ഭക്തിയിൽ സായുജ്യമണയാൻ നിരവധിയായ ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ക്യാമറമാൻ ദീപക് ജേക്കബിനും അജയ്ക്കുമൊപ്പം
അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.